ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈൻമാൻ്റെ എക്സാം കഴിഞ്ഞ സൺഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആൻസർ കീ ഒക്കെ കണ്ടു കാണും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഓരോ ക്വസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് നടത്തുന്നത്. എസ്പെഷ്യലി നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും ഈ 100 ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. വളരെ നിർബന്ധമായിട്ടും 100 ക്വസ്റ്റ്യൻസ് പമ്പ് ഓപ്പറേറ്റർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈൻമാൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ഏകദേശം 5 സ്റ്റുഡൻസ് കാർത്തിക്, മേഘ, കാർത്തിക, നജ്മ, സുനീഷ്, ഏകദേശം 5-6 സ്റ്റുഡൻസിന് നമ്മുടെ അൺഅക്കാഡമി ലൈവ് ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് 91 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് പറയാൻ കഴിഞ്ഞത് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ അൺഅക്കാഡമിയിൽ ലൈവായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നാണ് പറയാൻ കഴിഞ്ഞത്. നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ എക്സാംസ് ഇവർക്കെല്ലാം നമ്മുടെ 85 ആ ഒരു റേഞ്ച് ആയിരുന്നു. ഇപ്പോൾ അവർക്ക് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം കുറച്ച് ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇനിയും നമുക്ക് പഠിച്ചു തുടങ്ങും. നമ്മുടെ അടുത്തിനി വരുന്ന എക്സാമാണ് നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ എക്സാം. വളരെ വേക്കൻസി ഉള്ള ഒരു എക്സാമാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരെ വളരെ സീരിയസ് ആയിട്ടിരുന്ന് പഠിച്ചു തുടങ്ങുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിർബന്ധമായിട്ടും ലൈവ് വരാൻ പറ്റുന്നവർ ലൈവ് വരിക, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് കാണുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈൻമാൻ നമ്മളിപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റെ എക്സാമാണ് ജനുവരി 1 ലൈൻമാൻ്റെ ഇലക്ട്രിക്കലിൻ്റെ സെയിം സിലബസ് തന്നെയാണ് ഇതിനും വരുന്നത്. സോ അതിൻ്റെ ഡിപ്ലോമ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനും എല്ലാവരും നിർബന്ധമായിട്ടും വരിക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈവ് സെക്ഷൻ നമ്മുടെ അൺഅക്കാഡമി ക്ലാസ്സിലെ ലൈവ് സെക്ഷൻ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഈ സ്റ്റുഡൻസിനോട് സംസാരിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയും. നമ്മുടെ ലൈവിൽ വരുന്ന ഇന്ന് നമ്മുടെ അൺഅക്കാഡമിയിൽ ലൈവ് ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 6-7 മാസങ്ങളായി. അപ്പോൾ ഈ 6-7 മാസങ്ങളായിട്ട് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഒരു 25ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കെല്ലാം വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 80 റേഞ്ച് 85 റേഞ്ചാണ് അവർക്ക് വരുന്നത് ഓരോ എക്സാമിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മൾ ഇനി വരുന്ന നമ്മുടെ എക്സാമാണ് പമ്പ് ഓപ്പറേറ്റർ. സോ അതിന് വേണ്ടി നല്ലതുപോലെ പഠിക്കുക. ലൈവ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്ന ലൈവ് ക്ലാസ്സിൽ എല്ലാവരും നിർബന്ധമായും വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ലൈവ് ക്ലാസ്സിൽ എങ്ങനെ വരണമെന്ന് ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റെഫറൽ കോഡ് സിനു ആൻസി റെഫറൽ കോഡ് യൂസ് ചെയ്താണ് നിങ്ങൾ ലൈവിൽ വരാനുള്ളത്. ഇനിയും ലൈവ് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ ജനുവരി മുതൽ നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസംബർ ആകുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ പോർഷൻസ് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ. മെക്കാനിക്കലിൻ്റെ ഇനി ലാസ്റ്റത്തെ ഒരു മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ. മെക്കാനിക്കൽ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു മാസം കൊണ്ട് തന്നെ മെക്കാനിക്കലും കംപ്ലീറ്റ് ആക്കും. അത് ജനുവരി ഫുൾ നമുക്ക് 1 മുതൽ 25 വരെ ഒരു റിവിഷൻ സീരീസാണ്. നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ റിവിഷൻ സീരീസാണ്. അതിന് എല്ലാവരും ജോയിൻ ആവുക. അത് നമ്മൾ ലൈവ് ക്ലാസ്സിലാണ് അക്കാഡമിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ആവാൻ വേണ്ടി എല്ലാവരും തന്നെ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് അപ്പ് ആവും. നമ്മുടെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മൾ സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. PDF നോട്ട്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, വളരെ യൂസ്ഫുൾ സെക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ലൈവ് മറക്കാതെ തന്നെ ലൈവിൽ എല്ലാ ക്ലാസ്സിലും വരിക. ഓക്കെ, ഇന്ന് നമുക്കിനി ഒരു 3:30 ഒരു ലൈവ് ക്ലാസ് ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിനും എല്ലാവരും വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈൻമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ നോക്കിക്കാണാം. ഏകദേശം ഒരു കട്ട് ഓഫ് എത്ര വരുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാം. നിങ്ങൾക്ക് ഈ ഒരു ലെവൽ തന്നെ പ്രതീക്ഷിക്കാം. പമ്പ് ഓപ്പറേറ്ററിന് ലൈൻമാൻ ഇലക്ട്രീഷ്യൻ ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ തന്നെയാണ് നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിന്. എസ്പെഷ്യലി നമ്മുടെ മെക്കാനിക്കൽ സ്റ്റുഡൻസ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടിരുന്ന് പഠിച്ചു തുടങ്ങുക. ഇലക്ട്രിക്കലിന് 60 മാർക്കിന് ഇലക്ട്രിക്കലിൻ്റെ പോർഷൻസ് എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പെട്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which law states that in a closed electric circuit the applied voltage is equal to sum of the voltage drop? ഏത് ലോയാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫസ്റ്റ് നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് ബേസിക് ഇലക്ട്രിസിറ്റി. ആ ഒരു പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോ ആണോ, ലോസ് ഓഫ് റെസിസ്റ്റൻസ് ആണോ, ക്രിച്ച് ഫസ്റ്റ് ലോ ആണോ, ക്രിച്ച് സെക്കൻഡ് ലോ ആണോ? ഏതാണായിട്ട് ഓപ്ഷൻ ഡി ആണ് ക്രിച്ച് സെക്കൻഡ് ലോ. ഓക്കെ, കറക്റ്റ് പഠിക്കുക കേട്ടോ. ക്രിച്ച് സെക്കൻഡ് ലോ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഏത് ലോയാണ് ഒരു ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ക്രിച്ച് സെക്കൻഡ് ലോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഈ 2 എക്സാം നമ്മളൊന്ന് അനലൈസ് ചെയ്തപ്പോൾ കൂടുതലും മെഷീൻസിൽ നിന്നോ അങ്ങനെയല്ല, കൂടുതലും ചോദിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. പമ്പ് ഓപ്പറേറ്റർ സ്റ്റുഡൻസ് ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് അതിൽ വരുന്ന ടോപ്പിക് വൈസ് MCQs എല്ലാം കറക്റ്റ് തന്നെ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഏത് ഫോർമുലയാണ്? ഇറ്റ് ഇസ് കറണ്ട് ഇൻറ്റു ടൈം അല്ലേ? കറണ്ട് ഇൻറ്റു ടൈം. അടുത്ത, വിച്ച് വൺ ഡിഫൈൻസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് നമ്മുടെ ഇലക്ട്രീഷ്യനിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാണിട്ട് ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്.
റെസിസ്റ്റൻസ് ഓഫ് എ 250 വോൾട്ട് 100 വാട്ട് ലാമ്പ്. ഇതും ചോദിച്ചിട്ടുണ്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. നമുക്ക് ആർ കണ്ടുപിടിക്കാം അല്ലേ. പവർ ഈക്വൽ ടു V²/R. ഈ ഫോമുല യൂസ് ചെയ്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 250, നമ്മുടെ പവർ തന്നിട്ടുണ്ട് 100. ഇതിന് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചുകൂടി എത്ര കിട്ടും ആൻസർ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി 625. അപ്പോൾ ഏതെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് കേരള PSCയുടെ എക്സാംസിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ ആർക്കെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ചെറിയ ഡിവിഷൻ പോലും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എൻ്റെ നമ്പറിൽ വാട്സാപ്പിൽ ഡൗട്ട് ചോദിക്കാം. കുട്ടികൾ ചോദിക്കാറുണ്ട്, നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ എന്തായിരിക്കും? ഇറ്റ് വിൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആണോ, ഇൻക്രീസസ് വെരി സ്ലോലി ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ആണോ, ഇൻക്രീസസ് ഷാർപ്ലി ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ആണോ, ഇൻക്രീസസ് വെരി ഷാർപ്ലി ഇൻ പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ആണോ? എന്തായിരിക്കും റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത്? ഇൻക്രീസസ് വെരി സ്ലോലി ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ. 6ാമത്തെ ക്വസ്റ്റ്യൻ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഏതായിരിക്കും? കണ്ടക്റ്റൻസ്. വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ് എസെൻഷ്യൽ ടു മേക്ക് ഒരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കാനായിട്ടുള്ള 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, കറണ്ട്, റെസിസ്റ്റൻസ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഷോർട്ട് സർക്യൂട്ട് ഈസ് ഒക്കേർഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദെൻ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി. ഷോർട്ട് സർക്യൂട്ട്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അതിന് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 0 ആയിരിക്കും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ തെറ്റിക്കുന്നവരൊക്കെ എഴുതി പഠിക്കുക. മാക്സിമം ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുള്ളത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. നിങ്ങളൊരു 10 പ്രാവശ്യം വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിയും ഒരു കൂടുതൽ ബെനിഫിറ്റാണ് നിങ്ങളൊരു 3-4 പ്രാവശ്യം എഴുതി പഠിക്കുന്നത്. മാക്സിമം ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ കഴിയാതിരിക്കും. നമുക്ക് ഇഷ്ടംപോലെ എക്സാംസ് നമുക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു എക്സാം നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തൊന്ന് പഠിച്ച് നോക്കൂ. എല്ലാ എക്സാമിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ വരും. ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് ഇൻ എ സീരീസ് സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിൽ കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സെയിം ആണ് അല്ലേ, സെയിം ത്രൂ ഔട്ട് ദി സർക്യൂട്ടാണ്. ദ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് ബൈ. ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇതാണ് കെൽവിൻ ബ്രിഡ്ജ് മെത്തഡാണ്. ബാക്കിയെല്ലാം എന്താണ്? മീഡിയം റെസിസ്റ്റൻസ് ആണ് അല്ലേ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ഓംസ് ലോ. ഓംസ് ലോയുടെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഇവർ ചോദിച്ചിട്ടുണ്ട്. ഓംസ് ലോയിൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. എന്തിൻ്റെയൊക്കെ റിലേഷനാണ് ഓംസ് ലോ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ EMF, കറണ്ട്, റെസിസ്റ്റൻസ് അല്ല. EMF, കറണ്ട്, റെസിസ്റ്റൻസ്. റിലേഷൻ ബിറ്റ്വീൻ EMF, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോമുല ടു ഫൈൻഡ് കറണ്ട് ആസ് പെർ ഓംസ് ലോ പ്രകാരമുള്ള കറണ്ട് കാണാനുള്ള ഫോമുല I = V/R. ഇതുപോലും തെറ്റിച്ച സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളത് എഴുതി പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങളിത് തെറ്റിക്കുന്നത്, നിങ്ങൾക്ക് കൺഫ്യൂസിങ് വരുന്നത്. I = V/R. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദി കണ്ടക്ടർ ആസ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഡബിൾഡ്. ഡയമീറ്റർ ഡബിൾ ആകുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ചെയ്ത് നമ്മുടെ അക്കാഡമിയിൽ വരുന്ന ലൈവ് സ്റ്റുഡൻസിന് അവർക്ക് ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ കീ കാണുമ്പോൾ തന്നെ അവർക്കറിയാം. അവർക്ക് അത്രത്തോളം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ് വിൽ ഡിക്രീസസ് ടു 4 ടൈംസ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. പാരലൽ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ. പാരലൽ സർക്യൂട്ട് എവിടെയാണ്? ഏത് കണക്ഷനാണ്? ഹൗസ് വയറിങ്ങിനല്ലേ പാരലൽ സർക്യൂട്ട്. വിച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സീരീസ് സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ്? ഫ്യൂസ് ഇൻ സർക്യൂട്ട്. ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ്? ഓംസ് ലോയുടെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും എന്ത് തന്നെ ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ്. പിന്നെ പാരലൽ സർക്യൂട്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ എന്താണ്? കറണ്ട് ഡിവൈഡ് ചെയ്യും, വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. കറണ്ട് ഡിവൈഡ് ചെയ്യും, വോൾട്ടേജ് സെയിം ആയിരിക്കും. പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദ ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ് ഈസ് നോൺ ആസ്. ഇത് കുറേ പേർക്ക് ഭയങ്കര കൺഫ്യൂഷനായി. കുറേ പേർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണോ, റിലക്റ്റൻസ് ആണോ, പെർമിയൻസ് ആണോ, റിലക്റ്റിവിറ്റി ആണോ? ബിയും ഡിയും തമ്മിലൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റുഡൻസിന്. അപ്പോൾ കറക്റ്റ് അത് പഠിക്കുക. അത് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കാതിരിക്കുക. പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദ ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ് ഈസ് നോൺ ആസ് എന്തായിരിക്കും? ഇറ്റ് ഇസ് റിലക്റ്റൻസ് ആണ് വരുന്നത്. റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ പെർമിയൻസ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ഓൺ എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഏത് ലോയാണ്? ഏത് റൂളാണ്? ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇതും തെറ്റിച്ചിട്ടുണ്ട് കുറേ പേര്. ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദ ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റഡായി വന്നിട്ടുണ്ട്. അതും എന്ത് തന്നെയാണ്? റിലക്റ്റൻസ് ആണ്.
ഇനി ഇലക്ട്രിക്കൽ മെഷീൻസ് ലാമിനേറ്റഡ് കോഴ്സ്, ലാമിനേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് റെഡ്യൂസ് ചെയ്യാനായിരിക്കും, എഡ്ഡി കറണ്ട് ലോസ്. അത് പഠിച്ചു വയ്ക്കുക. 2 എക്സാമിന് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് മെഷീൻ ആയിരിക്കും? ഇറ്റ് ട്രാൻസ്ഫോമർ അല്ലേ? ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് മെഷീൻ എന്ന് പഠിച്ചിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നും ഇല്ല ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ എ ട്രാൻസ്ഫോമർ. 28ാമത്തെ ക്വസ്റ്റ്യൻ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോർ. എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ക്രിയേറ്റ് ലോസ് ഓഫ് യൂസ്ഫുൾ എനർജി. ലോസ് ഓഫ് യൂസ്ഫുൾ എനർജി. ഫോർ ആൻ ഇൻഡക്റ്റൻസ് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇൻഡക്റ്റൻസിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് കറണ്ട് ഈസ് അനലോഗസ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ട് എന്തിന് അനലോഗസ് ആണ്? ഫ്ലക്സ്. ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ്, ബേസിക് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ. വാട്ട് ഈസ് ദ പൊളാരിറ്റി ഓഫ് ആൻ AC സോഴ്സ്? ഒരു AC സോഴ്സിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ചേഞ്ച്. ഓരോ റെഗുലർ ഇൻ്റർവെൽസിലും ഇറ്റ് വിൽ ചേഞ്ച്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡൊമസ്റ്റിക് സപ്ലൈ വോൾട്ടേജ് ഇൻ ഇന്ത്യ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്? സ്റ്റാൻഡേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും A ആണോ B ആണെന്ന്. സ്റ്റാൻഡേർഡ് ഡൊമസ്റ്റിക് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ട് ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. വൈ AC ട്രാൻസ്മിഷൻ ഈസ് പ്രിഫേർഡ് ടു ലോങ് ഡിസ്റ്റൻസ് ദാൻ DC? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായി. ലെസ് ലൈൻ ലോസസ് ആണോ, ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ ആണോ? അപ്പോൾ A ആണോ B ആണോ? അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. A ആണോ B ആണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആൻസർ കീയിൽ അവർ പറഞ്ഞിട്ടുള്ളത് A ആണ് തന്നിട്ടുള്ളത്. പക്ഷേ കുറേ നമ്മൾ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് B ആണ് കണ്ടിട്ടുള്ളത്. കറക്റ്റ് ആൻസേഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ബൈ 50 Hz AC സപ്ലൈ ടു കംപ്ലീറ്റ് 1 സൈക്കിൾ? അല്ലേ, ഫ്രീക്വൻസി എന്നിട്ടുണ്ട് 50 Hz. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, ടൈം പീരീഡും ഫ്രീക്വൻസി തമ്മിലെ റിലേഷൻ അറിയാം. 0.02 സെക്കൻഡ് കിട്ടും. വാട്ട് ഈസ് ദ ഇക്വേഷൻ യൂസ് ടു കാൽക്കുലേറ്റ് എഫക്റ്റീവ് വാല്യൂ VRMS ഓഫ് എ വോൾട്ടേജ് ഇൻ എ വേവ്? ഏതായിരിക്കും? ഇറ്റ് ഇസ് VRMS ഈക്വൽ ടു 0.707 Vmax. ഞാൻ AC സർക്യൂട്ടിൽ ലോ വാല്യൂ ഓഫ് kVAR കമ്പയർഡ് വിത്ത് കിലോ വാട്ട് ഇൻഡിക്കേറ്റ്സ്. ലോ വാല്യൂ ഓഫ് kVAR കമ്പയർഡ് വിത്ത് കിലോ വാട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഹൈ പവർ ഫാക്ടർ ആയിരിക്കും അല്ലേ, ഹൈ പവർ ഫാക്ടർ. ഇങ്ങനെ AC സർക്യൂട്ട് റേഷ്യോ ഓഫ് KW/kVA എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പവർ ഫാക്ടർ. AC സർക്യൂട്ടിൽ ലാമിനേറ്റഡ് അയൺ എന്ന് പറയുമ്പോൾ എന്ത് കുറയ്ക്കാനായിരിക്കും? റെഡ്യൂസസ് എഡി കറണ്ട് ലോസ്. ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഈസ് ദാറ്റ് എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഈസ് ദാറ്റ് ഇറ്റ് ചേഞ്ചസ് ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ജനറേറ്ററാണ്? ഇറ്റ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. DC ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് A എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് പോൾസ്, പീക്ക് നമ്പർ ഓഫ് പോൾസ്. വാട്ട് ഈസ് ദ EMF ഇൻ എ 6-pole ലാപ്പ് വൗണ്ട് ആർമേച്ചർ ഹാവിംഗ് 18 സ്ലോട്ട്, 2 കണ്ടക്ടർ പെർ സ്ലോട്ട്, ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് അറ്റ് 100 RPM, ഫ്ലക്സ് പെർ പോൾ? ഇത് നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ബേസിക് ഇക്വേഷൻ, നമ്മുടെ EMF കാണാനുള്ള ബേസിക് ഇക്വേഷൻ ആണ് E ഈക്വൽ ടു എന്താണ്? 5ZN/60 × P/A. ഈ ഒരു ഫോമുലയാണ് തന്നിട്ടുള്ളത്. അതിലെല്ലാം തന്നിട്ടുണ്ട്. ഫ്ലക്സ് തന്നിട്ടുണ്ടല്ലേ, 5 എത്ര തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. 0.1 വെബർ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? N തന്നിട്ടുണ്ട്. N എത്രയാണ്? N നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 100 RPM. N 100 RPM തന്നിട്ടുണ്ട്. സ്പീഡ് 100 RPM. നമുക്ക് കുറച്ച് ഡൗട്ട് വരാനുള്ള നമ്മുടെ Z ആയിരിക്കും. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z കാണാനുള്ള ഫോമുല എന്ന് പറയുന്നത് Z ഈക്വൽ ടു എന്തായിരിക്കും? സ്ലോട്ട്. എത്ര സ്ലോട്ട്സ് ഉണ്ട്? സ്ലോട്ട്സ് ഇൻറ്റു കണ്ടക്ടർ പെർ സ്ലോട്ടാണ്. 18 സ്ലോട്ട് ഉണ്ട്. 18 ഇൻറ്റു കണ്ടക്ടർ പെർ സ്ലോട്ട് എത്രയാണ്? 2. 18 ഇൻറ്റു 2 36 വരും നമ്മുടെ Z. ഓക്കെ, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? E ഈക്വൽ ടു 0.1 ഇൻറ്റു 100 ഇൻറ്റു 36/60. ചെയ്തു നോക്കൂ. നമ്മുടെ ആൻസർ വന്നിട്ട് 6 വോൾട്ട് വരും. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, മിഡിൽ ഫിംഗർ പോയിൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ലോഡ് കറണ്ട് ഓഫ് എ DC സീരീസ് ജനറേറ്റർ. ലോഡ് കറണ്ട് ഓഫ് എ DC സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സീരീസ് ഫീൽഡ് കറണ്ടിന് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു സീരീസ് ഫീൽഡ് കറണ്ട്. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ലോങ് ഷണ്ട് കോമ്പൗണ്ട് DC ജനറേറ്റർ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് DC ജനറേറ്ററിൻ്റെ അകത്ത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എന്തിനായിരിക്കും? പാരലൽ വിത്ത് സീരീസ് കണക്റ്റഡ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് കോമ്പിനേഷൻ ആയിരിക്കും. 47. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC മോട്ടർ കാൺ ചേഞ്ച് ബൈ. എങ്ങനെ കാൺ ചേഞ്ച് ബൈ
എന്തായിരിക്കും? ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ബോത്ത് ആർമേച്ചർ ആൻഡ് ഫീൽഡ് കറണ്ട്. ചിലയിടത്ത് ഓപ്ഷൻ ഡിയും കാണാറുണ്ട്. ഓപ്ഷൻ ഡിയും ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് സപ്ലൈ വോൾട്ടേജും ചില ഇതിൽ സൈറ്റ്സിൽ കാണാറുണ്ട്. ദ സ്പീഡ് ഓഫ് എ ഡി സി മോട്ടർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് ഇ എം എഫ്. ഷാഫ്റ്റ് ടോർക്ക് ഇൻ ഡി സി മോട്ടർ ഈസ് ലെസ് ദാൻ ആർമേച്ചർ ടോർക്കിനെക്കാട്ടിയും കുറവായിരിക്കും ഷാഫ്റ്റ് ടോർക്ക്. ഒരു ഡി സി ഷണ്ട് മോട്ടർ ഉണ്ട്, ഈസ് കണക്റ്റഡ് വിത്ത് 200 വോൾട്ട് ഡി സി സപ്ലൈ. ഇറ്റ് ടേക്സ് എ ലൈൻ കറണ്ട് ഓഫ് 18 ആംപിയർ ലൈൻ കറണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് വിൽ ബി ദ ആർമേച്ചർ കറണ്ട് ഇഫ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് 100 ഓം. ഷണ്ട് മോട്ടറാണ്, ഡി സി ഷണ്ട് മോട്ടറാണ്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഐ ഷണ്ട് കണ്ടുപിടിക്കുക. ഐ ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വി ബൈ ഐ ഷണ്ട് ഈക്വൾ വി ബൈ ആർ ഷണ്ട്. വി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ് വി? 200 ഡിവൈഡ് ബൈ 100. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 ആംപിയർ കിട്ടി. ഐ ഷണ്ട് കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? വാട്ട് വിൽ ബി ദ ആർമേച്ചർ കറണ്ട്? ഐ എ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഐ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എ ഈക്വൾ ടു നമ്മുടെ ലൈൻ കറണ്ട് ഐ എൽ മൈനസ് എന്തായിരിക്കും? ഐ ഷണ്ട് അല്ലേ? ഐ എൽ മൈനസ് ഐ ഷണ്ട്. ഇതൊക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഐ എൽ മൈനസ് ഐ ഷണ്ട്. ക്വസ്റ്റ്യനിൽ ഐയിൽ തന്നിട്ടുണ്ട് എത്ര? 18. 18 മൈനസ് ഐ ഷണ്ട് എത്രയാണ്? 2. 18 മൈനസ് 2. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 ആംപിയർ കിട്ടും. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഒന്നുകൂടെ പറഞ്ഞു തരാം. 16 ആംപിയർ ആണ് വരുന്നത്. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോട്ടർ യൂസ് ഇൻ മിക്സർ ഗ്രൈൻഡർ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് 2 ക്വസ്റ്റ്യൻസ്. യൂണിവേഴ്സൽ മോട്ടർ. അടുത്ത 52, ഇൻഡക്ഷൻ മോട്ടർ വിത്ത് 6 പോൾ റൊട്ടേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 950 RPM യൂസിങ് 50 ഹെർട്സ് സപ്ലൈ. പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാനുള്ള ഫോമുല. പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാൻ എന്താണ് പെർസെൻറ്റേജ് സ്ലിപ്പ്? പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡഡ് ബൈ എൻ എസ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാനുള്ള ഫോമുല അല്ലേ? നമ്മുടെ എൻ എസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ എസ് നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണല്ലേ. എൻ എസ് ഈക്വൾ ടു 120 F/P വെച്ച് നമ്മുടെ എൻ എസ് കണ്ടുപിടിക്കാം. ഓക്കെ, എൻ എസ് കിട്ടിക്കഴിഞ്ഞാൽ എൻ ആർ എന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ എത്ര? 950. അപ്പോൾ നിങ്ങൾ എൻ എസ് സോൾവ് ചെയ്ത് നോക്കുക. ഒരു 1000 കിട്ടും. 1000 മൈനസ് 950 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5% കിട്ടും ആൻസർ. അടുത്ത ക്വസ്റ്റൻ നോക്കാം. 53ാമത്തെ ക്വസ്റ്റൻ. DOL സ്റ്റാർട്ടർ ഈസ് യൂസ് ടു സ്റ്റാർട്ട് ദി മോട്ടർ അപ് ടു. DOL സ്റ്റാർട്ടർ ഈസ് യൂസ് ടു സ്റ്റാർട്ട് ദി മോട്ടർ അപ് ടു 5 HP. ഓപ്ഷൻ ബി ആണ് 5 HP. 54, ഇൻ എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ടർ 3 എക്സ്റ്റേണൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആർ. 3 എക്സ്റ്റേണൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആർ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? കണക്ടഡ് ഇൻ സ്റ്റാർ വിത്ത് റോട്ടർ സർക്യൂട്ടാണ്. കണക്ടഡ് ഇൻ സ്റ്റാർ വിത്ത് റോട്ടർ സർക്യൂട്ട്. അടുത്ത 55ാമത്തെ ക്വസ്റ്റൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റാർട്ടിംഗ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ? കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആകുമ്പോൾ എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഡിൻ റെയിൽ ഈസ് യൂസ് ടു മൗണ്ട്. ഏതായിരിക്കും? സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് സിംഗണൈസേഷൻ്റെ മെത്തേഡ് അല്ലാത്തത്? ഏതായിരിക്കും? MMF മെത്തേഡ് അല്ല. ബാക്കിയെല്ലാം സിംഗണൈസേഷൻ ആ മെത്തേഡാണ്. MMF മെത്തേഡാണ്. സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ് മോട്ടർ ഈസ് യൂസ് ടു കൺട്രോൾ. എന്തിനായിരിക്കും സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ് ടു കൺട്രോൾ ദി സപ്ലൈ ത്രൂ ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. സ്പീഡ് ഓഫ് എ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ. എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം? ബൈ വേരിയിങ് ദ നമ്പർ ഓഫ് പോൾസ്. ഗ്രൗളർ എന്ന് വെച്ചാൽ എന്ത് ടെസ്റ്റിംഗ് മെഷീൻ ആയിരിക്കും? ആർമേച്ചർ ടെസ്റ്റിംഗ് മെഷീൻ. Moderate is a part of a nuclear power plant. The part which reduces the water hammering effect in a hydroelectric power plant system. Water hammering effect in hydroelectric power plant system. This part ആണ്. It is surge tank ആണ്. Demand factor into connected load. Maximum demand. Solar PV module efficiency will always be less than cell efficiency ആയിരിക്കും. Service lines are the part of secondary distribution. Solar panel output does not depend on ampere hour capacity of a connected battery. Non-conventional source in the example sun. Conducting media in MHD tunnel. ഏതായിരിക്കും? Conducting media in MHD tunnel എന്ന് പറഞ്ഞാൽ പ്ലാസ്മ. ഓക്കെ, അടുത്ത 69ാമത്തെ ക്വസ്റ്റൻ. 8 പോൾ ഓൾട്ടർനേറ്റർ പ്രൊഡ്യൂസ് 50 ഹെർട്സ് സപ്ലൈ. വാട്ട് വിൽ ബി ദ സ്പീഡ് ഇൻ RPM? ബേസിക് ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. എത്രയാണ്? 750. യൂണിറ്റ് ഓഫ് സോളാർ ഇറേഡിയൻസിന് യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. DC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ഏതായിരിക്കും? എല്ലാം വരുന്നുണ്ട്. നോ ഇൻഡക്റ്റൻസ്, നോ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ. സ്കിൻ എഫക്റ്റ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. 73, വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് മോയ്സ്ചർ ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്. ഇതെല്ലാം നമ്മുടെ ആ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു സീരീസ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് എന്താണ്? മെറ്റാലിക് ഷീത്ത്. വാല്യൂ ഓഫ് ഫ്യൂസിംഗ് ഫാക്ടർ ഈസ് ഓൾവേസ്. ഫ്യൂസിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ എന്നാണ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1.
75ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എഫർട്ട് ഈസ് അക്കമ്പനിഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഇൻ ഓവർഹെഡ് ലൈൻ ഏത് എഫർട്ടായിരിക്കും? കൊറോണ എഫർട്ടാണ്. സാഗ് ഇൻ ഓവർഹെഡ് ലൈൻ (W_L²/8T) അതിൽ L സ്റ്റാൻഡ്സ് ഫോർ ഏതായിരിക്കും? ലെങ്ത് ഓഫ് സ്പാനാണ്. ബുഷേഴ്സ് റിലേ ഈസ് ലൊക്കേറ്റഡ് എവിടെയായിരിക്കും? ഇൻ ബിറ്റ്വീൻ കൺസർവേറ്റർ ടാങ്ക് ആൻഡ് മെയിൻ ടാങ്ക്. ഡാഷ് ഗീവ് സപ്പോർട്ട് ടു ദ പോൾ അഗെയിൻസ്റ്റ് ഫോളിംഗ് ലൈറ്റനിങ് അറസ്റ്റർ. ലൈറ്റനിങ് അറസ്റ്റർ അല്ല, ഏതായിരിക്കും? ഡാഷ് ഗീവ് ഇറ്റ് സപ്പോർട്ട് ടു ദ പോൾ അഗെയിൻസ്റ്റ് ഫോളിംഗ്. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, സ്റ്റേ സെറ്റ്. ഓക്കെ. Most of the substations are used to change the voltage. Horn gap type surge diverter എന്നാണ് എന്ത്? ലൈറ്റനിങ് അറസ്റ്റർ. ഹോൺ ഗ്യാപ്പ് ടൈപ്പ് സർജ് ഡൈവേർട്ടർ ലൈറ്റനിങ് അറസ്റ്റർ. അടുത്തത് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ യൂസ്ഡ് ഇംപെഡൻസ് മാച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന ഏത് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ്? കോമൺ കളക്ടർ. പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഡിപ്ലീഷൻ റീജിയൻ കണ്ടെയ്ൻസ് ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ 2 VM ആണ്. വിച്ച് ട്രാൻസിസ്റ്റർ ഈസ് യൂസ് ആസ് എ സ്വിച്ച്? ഇറ്റ്സ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഈസ് ഏതായിരിക്കും? ഇതിലായിരിക്കും? ബോത്ത് B and C, കട്ട് ഓഫ് റീജിയനും സാച്ചുറേഷൻ റീജിയനും. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ സിലിക്കൺ സെമി കണ്ടക്ടറിന് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 1.21 ഇലക്ട്രോൺ വോൾട്ട്. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി 40.6. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ് ലൂമൻ. മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിലമെൻറ്റ്സ് ഓഫ് ഇൻകാൻഡസെൻറ്റ് ലാമ്പ് മസ്റ്റ് പോസസ് എന്ത് വേണം? ഫിലമെൻറ്റ്സ് ഓഫ് ഇൻകാൻഡസെൻറ്റ് ലാമ്പ് മസ്റ്റ് പോസസ് എല്ലാം വരുന്നതാണ് അല്ലേ? ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ലോ വേപ്പർ പ്രഷർ, ഹൈ റെസിസ്റ്റിവിറ്റി. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇത് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇലിമിനേഷൻ ഓഫ് എ സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ സോഴ്സ്. അടുത്ത് 90 നോക്കാം. ഇലക്ട്രിക്കൽ മോട്ടോർ യൂസ്ഡ് ഇൻ മിക്സർ ഗ്രൈൻഡർ യൂണിവേഴ്സൽ മോട്ടർ തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്? ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഏതൊക്കെയാണ്? ബോത്ത് A and സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ടോട്ടലൈസ് ഇവൻറ്റ് ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഏത് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും? ഇറ്റ് ഇസ് ഓപ്ഷൻ C, ഇൻ്റഗ്രേറ്റിംഗ്. ഇൻഡക്ഷൻ ടൈപ്പ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഇൻഡക്ഷൻ ടൈപ്പ് ആണെങ്കിൽ AC മെഷർമെൻറ്റ്സ് ഉള്ളി. ഓക്കെ. നമ്മുടെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം, തീറ്റ കണ്ടുപിടിക്കണം. ഫോർ എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. വിത്ത് ഡിഫ്ലക്ഷൻ ടോർക്ക് TD തന്നിട്ടുണ്ട്. ഓക്കെ. ഇസ് ഗിവൺ ബൈ 30 micronewton മീറ്റർ ആണ്. ആൻഡ് കൺട്രോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് 2 micronewton/degree. എന്താണ് ഫോർമുല? TD ഈക്വൽ ടു K ഇൻറ്റു തീറ്റയാണ്. ഇത് നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കാനുള്ളത്, ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കുക. തീറ്റ ഈക്വൽ ടു അപ്പോൾ എന്താ വരും? മൈക്രോ ഒക്കെ മാറ്റണം കേട്ടോ. അപ്പോൾ എത്ര വരും? 30 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻�6. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 15 ഡിഗ്രിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഒരു 15 ഡിഗ്രി ആ 0 കുറച്ച് താഴ്ന്നു പോയി. 150 ആണ് നമ്മുടെ ആൻസർക്ക് കിടക്കുന്നത്. 15 ആണ് ആൻസർ വരുന്നത് കേട്ടോ. 15 ഡിഗ്രിയാണ്, ഡിഗ്രിയുടെ 0 ആണത്. One of the following is a disadvantage of PMMC instrument. PMMCയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? Errors due to aging of control spring and the permanent magnet. So the all following parameters remain unchanged between primary and secondary winding of a step-up transformer. ഏത് പാരാമീറ്റർ ആയിരിക്കും? ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഫ്രീക്വൻസി ആണ് അല്ലേ? അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ക്രൈറ്റീരിയ? പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ ക്രൈറ്റീരിയ അല്ലാത്തത് ഓപ്ഷൻ A ആണ്. ട്രാൻസ്ഫോമർ ആർ ടു ബി കണക്റ്റഡ് പ്രോപ്പർലി സോ ദാറ്റ് നെറ്റ് വോൾട്ടേജ് അറൗണ്ട് ദി ലോക്കൽ ലൂപ്പ് ഇസ് നോട്ട് 0. നമ്മുടെ കണ്ടീഷൻ അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ 20 kVA 50 Hz 200 watt 200 volt ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഹാസ് പ്രൈമറി ടേൺസ് എന്നിട്ടുണ്ട്. മാക്സിമം ഫ്ലക്സ് ഇൻ ദ കോർ നമുക്ക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ? ട്രാൻസ്ഫോമറിൽ നമുക്ക് ഫ്ലക്സ് 5 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്ഷൻ B അല്ല വരുന്ന ആൻസർ. 0.045 കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്താണ്? E ഈക്വൽ ടു 4.445FN ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇത് നമുക്ക് 5M കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര കിട്ടും? E ഡിവൈഡ് ബൈ ഇതെല്ലാം താഴെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 2000 ഡിവൈഡഡ് ബൈ 4.44 ഇൻറ്റു എന്താണ് ടേൺസ് എത്രയാണ്? 50 200 ഇൻറ്റു ഫ്രീക്വൻസി 50. സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 0.045 കിട്ടും. സോ ദി ഫോളോയിങ് കൂളിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ വെരി ലാർജ് സൈസ് ട്രാൻസ്ഫോമർ അല്ല. ഇത് കൂളിംഗ് മെത്തേഡാണ്. ഓയിൽ ടു വാട്ടർ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂണിറ്റ്. ഫ്യൂസിങ് ക്യാരക്ടേഴ്സ് ഈസ് എ കർവ് ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെ കർവാണ്? ഫ്യൂസിങ് ടൈമും പെർസെൻറ്റേജ് ഓഫ് ഫ്യൂസ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ 100 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പമ്പ് ഓപ്പറേറ്ററിൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഈ 100 ക്വസ്റ്റ്യൻസും എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, നമ്മുടെ റിവിഷൻ സീരീസ് പമ്പ് ഓപ്പറേറ്റർ റിവിഷൻ സീരീസ് ജനുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും അതിൽ ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം. നമ്മുടെ ലൈവ് ക്ലാസ് ഇന്ന് 3:30 ഒരു ലൈവ് ക്ലാസ് ഉണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് EEE PSC കോച്ചിങ് ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ആവുക. ഗ്രൂപ്പിലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ
ഡീറ്റെയിൽസ് എല്ലാം ഇടുന്നത് ആ ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ആവുക. ഓക്കെ, താങ്ക് യു.